നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര നയത്തെ വിമർശിച്ചുവെങ്കിലും സർക്കാരിനും ഗവർണർക്കുമിടയിൽ കല്ലുകടിയായി മാറുകയാണ് ഇപ്പോൾ വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട വിഷയം. മുഴുവൻ ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം സർക്കാർ തള്ളുകയായിരുന്നു. ആദ്യ 2 ഖണ്ഡികയുടെ ഈണം മാത്രമാണ് ബാൻഡിൽ സഭയിൽ അവതരിപ്പിച്ചത്. നയപ്രഖ്യാപനം നയരാഹിത്യം എന്ന് പറഞ്ഞ പ്രതിപക്ഷം പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിനൊപ്പമാണ്. ഭാഗ്യമായി ചൊല്ലിയ സർക്കാർ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നു എന്നതാണ് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കുന്നത്. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഇരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് മറ്റു തടസ്സങ്ങളില്ല. യഥാർത്ഥത്തിൽ വന്ദേമാതരം ആ 2 ഇരടി ചൊല്ലുമ്പോൾ തന്നെ നമ്മൾ ദേശീയ ഗാനം ചൊല്ലുന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. യഥാർത്ഥം ഇരുന്ന് കേൾക്കേണ്ടതാണ്. മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. ആ RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത നമ്മുടെ കേരളത്തിലില്ല. ഗവൺമെന്റും കർക്കശമായ നിലപാട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഗവർണർ അറിയിച്ചപ്പോൾ അത് പാടില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇതാണ് ശരിയായ നിലപാട്. അനന്തരശ്മ വിവരങ്ങൾ വേണ്ട. അനന്തൻ, ഇപ്പോൾ നയപ്രഖ്യാപനത്തിൽ അങ്ങനെ കേന്ദ്ര വിമർശനമോ ഗവർണർ ഏതെങ്കിലും ഭാഗം വായിക്കാതെ വിടേണ്ട സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗവർണർ തന്റെ അതൃപ്തി പ്രകടമാക്കുന്നു. എന്താണ് സർക്കാരിന്റെ സ്റ്റാൻഡ്? ഇപ്പോൾ ഗവർണർ തന്നെ പറയുന്നത് അദ്ദേഹം ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നതാണ്. ഒരുപക്ഷെ കൂടുതൽ എന്തെങ്കിലും ഒരു പ്രതികരണത്തിലേക്ക് ഗവർണർ ലോക്ഭവൻ പോകുമോ എന്നും അറിയില്ല. പക്ഷെ അതിൽ പ്രതിപക്ഷം തൽക്കാലം സർക്കാരിന്റെ ഒപ്പമാണ്. ദിവിഷ്, 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ 2 വിവാദങ്ങളാണ് രൂപം കൊണ്ടത്. ഒന്ന് ദേശീയ ഗീതം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് സംസ്ഥാന പോലീസ് മേധാവി പ്രോട്ടോകോൾ ലംഘിച്ച് ഫ്ലോറിൽ കയറി എന്നുള്ളതുമാണ് 2 വിവാദം ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഈ ചടങ്ങ്, നയപ്രഖ്യാപന ചടങ്ങ് ആരംഭിച്ചപ്പോഴും അവസാനിച്ചപ്പോഴും അങ്ങനെ 2 തവണയാണ് ദേശീയ ഗീതവും ദേശീയ ഗാനവും സഭയിൽ ആലപിക്കപ്പെട്ടത്. അതിൽ 2 തവണയും ദേശീയ ഗീതം വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചില്ല. 2 സ്റ്റാൻസ മാത്രമാണ് ആലപിച്ചത്. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തു. അതിനുശേഷം ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് തൊട്ടു പിന്നാലെ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും NDA MLA വി മുരളീധരനാണ് ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതിനുശേഷം ഗവർണർ ഈ ചടങ്ങ് കഴിഞ്ഞ് രാജ്ഭവനിലെത്തിയ ശേഷമാണ് അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് പരസ്യമായൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ദേശീയ ഗീതം പൂർണ്ണമായും ആലപിക്കാത്തത് സംബന്ധിച്ച് വിശദീകരണവും നിയമസഭാ സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റോ സ്പീക്കറോ ഔദ്യോഗികമായൊരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. അതേസമയം പ്രതിപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ ദേശീയ ഗീതം പൂർണ്ണമായും ആലപിക്കാത്തതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത് പൂർണ്ണമായും വായിക്കുക എന്നുള്ളത് RSS അജണ്ടയാണ്. അത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടായി. അതിനുശേഷം സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങി, അത്തരം നിലപാടിൽ നിന്ന് പിൻവാങ്ങി ശക്തമായ അത് പൂർണ്ണമായും വായിക്കേണ്ട എന്നുള്ള ശക്തമായൊരു നിലപാടിലേക്ക് എത്തി എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല, ഈ ദേശീയ ഗീതം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യം പോലുമില്ല. അതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. പക്ഷേ എല്ലാവരും എഴുന്നേറ്റപ്പോൾ ഞങ്ങളും എഴുന്നേറ്റു നിന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ വിശദീകരിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി നിയമസഭാ സെക്രട്ടേറിയറ്റാണ് ഒരു വിശദീകരണം പറയേണ്ടത്. എന്തുകൊണ്ടാണ് അത്രയും വായിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയത്? രാജ്ഭവന്റെ നിർദ്ദേശം അവഗണിക്കുകയായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച്. മറ്റൊന്ന്, DGP ഫ്ലോറിലേക്ക് പ്രോട്ടോകോൾ ലംഘിച്ച് കയറി എന്നുള്ളതാണ്. അക്കാര്യം പ്രോട്ടോകോൾ ലംഘനം നടന്നു എന്നുള്ളത് പ്രതിപക്ഷം സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ സ്പീക്കറും അത് വലിയ വിവാദമാക്കേണ്ട എന്നുള്ള നിലപാടാണ്. അത് ആ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് വലിയ വിവാദമൊന്നും ആക്കേണ്ട, പക്ഷേ ആ കീഴ്വഴക്ക ലംഘനം ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റ് ഏതെങ്കിലും തരത്തിൽ വ്യക്തിഹത്യയിലേക്ക് പോകേണ്ട എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്.